ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലൊക്കെ ആയിരുന്നു. പിണങ്ങി പോവുക, വിഷമിച്ച് കഴിക്കാതെ കിടക്കുക, മരിച്ചാൽ മതി എന്ന് പറയുക, നമ്മളെപ്പോലൊക്കെ ഉള്ള ഒരാളായിരുന്നു. പിന്നെ എന്നാ ഇദ്ദേഹത്തിന് ഇത്രയും പ്രത്യേകത വന്നേ? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരാൾ നമ്മളെപ്പോലെ ഒരാളാന്ന് പറയേണ്ട ആവശ്യമുണ്ട്? സമസ്വഭാവമുള്ള മനുഷ്യനാന്ന് എടുത്തു പറയേണ്ട വന്നെങ്കിൽ സാധാരണ മനുഷ്യനെ പോലെ അല്ല ഈ പുള്ളിയുടെ പെരുമാറ്റം. ഇദ്ദേഹത്തിന്റെ ജീവിതം കണ്ടാൽ ഇയാളൊരു മനുഷ്യനാന്ന് തോന്നിയല്ല, അതുപോലത്തെ അസാധാരണ ലൈഫാ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹിക്കണം. പൗലോസിനെയും ബർന്നബാസിനെയും കണ്ടപ്പോ ഇന്ദ്രനാണ് ശുക്രനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആരാധിക്കാൻ വരിക. There is a dimension in God where you go beyond the natural limitations of this world. ഈ ലോകത്തിന്റെ സ്വാഭാവികമായ പരിധികൾക്ക് മീതെ പോകുന്ന ഒരു ജീവിതമുണ്ട്. എലിയാവിന് പിന്നെന്താ പ്രത്യേകത ഉള്ളത്? അവൻ പ്രാർത്ഥിച്ചു. നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞാൽ ആകാശം അനുസരിക്കുന്നു, അവൻ പറഞ്ഞാൽ തീ ഇറങ്ങുന്നു. പ്രാർത്ഥിക്കുന്ന നീ നാച്ചുറലും സൂപ്പർ നാച്ചുറലും തമ്മിലുള്ള ഒരു സൂപ്പർ ഹൈവേ ആണെന്ന് ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുക കേട്ടോ. യേശു പ്രാർത്ഥിച്ചു. പൗലോസ് പറയാ, നിങ്ങൾ എല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കും. ദൈവം പ്രയോജനപ്പെടുത്തിയവരെല്ലാം പ്രാർത്ഥിച്ചു.